അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ പരിപാവനമായ പരിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ, ആ റമദാനിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുകയാണ്. അള്ളാഹുവെ, പോരിശയേറിയ പവിത്രതകളേറിയ ഈ റമദാനിലേക്ക് ഞങ്ങൾക്കൊരു അവസരം കൂടി നീ തന്നല്ലോ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുകയാണ്. ഇന്ന് റമദാൻ മാസത്തിന്റെ ആദ്യത്തെ രാത്രിയാണ്, പ്രഥമ രാത്രിയാണ്. നാളെ ഒന്നാമത്തെ പകലാണ്, നാളെ നോമ്പാണ്. നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു തആല ഭൂമിയിലേക്ക് നോക്കുന്ന സമയമാണ്. മാത്രമല്ല, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ റമദാനിന്റെ ആദ്യത്തെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാത്രമല്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ റഹ്മത്തിന്റെ മലക്കുകൾ കാത്തിരിക്കുന്ന പുണ്യമായ രാവാണ്. അപ്പൊ ഈ രാവിൽ ഇൻഷാ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ, അതുപോലെ തന്നെ സ്വർഗപ്രവേശനം കിട്ടാൻ, നരകമോചനം കിട്ടാൻ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ, എല്ലാത്തിലും ഉപരിയായി ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10ആണ്. അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കെല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും എല്ലാ രൂപത്തിലും കിട്ടാൻ വേണ്ടിയുള്ള പുണ്യമായ ഒരു ദിക്റും സ്വലാത്തും തസ്ബീഹും എല്ലാം ചൊല്ലുന്ന പുണ്യമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ഒരു പുണ്യമായ രാവിൽ, പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞിരിക്കേണ്ട പുണ്യമായ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞാലോ? ഒരുപാട് പുണ്യങ്ങളാണ് അത് പറഞ്ഞാൽ കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ പുണ്യങ്ങൾ മുഴുവനും അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പുണ്യമായ റമദാനിന്റെ
ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ മുടങ്ങാതെ എല്ലാ സമയത്തും നിസ്കാരത്തിന് ശേഷം മാത്രമൊന്നും അല്ല കേട്ടോ, എപ്പോഴും നമ്മൾ പറയണം, അധികരിപ്പിക്കണം, അള്ളാഹിൻ്റെ റഹ്മത്തിനെ ചോദിക്കണം, അള്ളാഹുവിൻ്റെ കരുണയെ ചോദിക്കണം. എങ്ങനെയാണ് പടച്ചവൻ്റെ കരുണയെ ചോദിക്കേണ്ടത്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവേ, കരുണയുള്ള റബ്ബേ, നീ എനിക്ക് കരുണ ചെയ്യണേ എന്നാണ് ആ ദുആഇന്റെ അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, 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 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. നാളെ നമ്മൾ പിടിക്കുന്ന ആദ്യത്തെ നോമ്പാണ് അല്ലേ? അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ഈ ഒരു പുണ്യമായ റമളാൻ മാസം, ഈ റമളാൻ മാസം നമുക്ക് എന്താവണം? അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നല്ല അനുകൂലമായ സാക്ഷി പറയുന്ന മാസമാവണം. അതിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന നിരവധി ദുആകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദുആ നമ്മളിതാ പറയാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദുആ ഒന്ന് പറയാം. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റൽ അളീമ റമളാൻ شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر
الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا വിശുദ്ധമായ റമളാനിൽ നമ്മൾ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഇടയത്താഴത്തിന് 4 മണിക്കോ 4:30ക്കൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തായിരിക്കും നിയ്യത്ത് വെക്കുക. രാത്രി 12 മണി കഴിഞ്ഞ് നിയ്യത്ത് വെക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിചാരം പുതിയൊരു ദിവസത്തിലേക്ക് കടന്നു. സാധാരണ AM PM ആ കണക്ക് വെച്ച് നമ്മൾ AM-ലേക്ക് കടന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ദിവസമാണ്. അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നു. അപ്പോൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് നാളത്തെ നോമ്പിനെ എന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ, ഇന്നത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അത് സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് ഈ ഇടയത്താഴത്തിനൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുന്ന ആളുകൾ നാളത്തെ നോമ്പിനെന്ന് വെക്കണോ, ഇന്നത്തെ നോമ്പല്ലേ, ഇപ്പം തന്നെ പകലാവുമല്ലോ, അങ്ങനെയൊക്കെ കരുതിയിട്ട് അവരെന്ത് ചെയ്യും, ഇന്നത്തെ നോമ്പിനെ എന്ന് പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. വിശുദ്ധമായ റമളാനിൻ്റെ നോമ്പിൻ്റെ നിയ്യത്തിനെ നമ്മൾ പരിഗണിക്കുന്നത് രാത്രി പകൽ എന്ന അടിസ്ഥാനത്തിലാണ്. രാത്രി പകൽ എന്ന അടിസ്ഥാനത്തിലാണ്, അല്ലാതെ AM PM എന്ന് വെച്ചല്ല. രാത്രി പകൽ, അതായത് രാത്രി നമ്മൾ നിയ്യത്ത് വെക്കുന്നു. അപ്പോൾ എന്താ വെക്കുന്നത്? നാളത്തെ നോമ്പിനെ, അതായത് നാളെ വരുന്ന പകലിലെ നോമ്പിനെ എന്നാണ് അവിടെ കരുതേണ്ടത്. അങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോൾ നിയ്യത്ത് വെച്ചാലും നാളത്തെ നോമ്പിനെ എന്ന് വെച്ചാൽ മതി. നിയ്യത്ത് സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ വെച്ചിരിക്കണം. നിയ്യത്ത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലക്ക് വേണ്ടി പിടിച്ചു വിടുവാൻ ഞാൻ കരുതി. ഇതാണ് റമളാൻ മാസത്തിലെ നോമ്പിൻ്റെ നിയ്യത്ത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമളാനിൻ്റെ ഒരുപാട് നേട്ടങ്ങളും പ്രതിഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ദിക്ർ ഔറാദുകളുണ്ട്. നമുക്ക് മറ്റൊരു ദിക്റിലേക്ക് കടന്നാലോ? അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ട്. ആ 99 പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 ഇസ്മുകളാണ് റഹ്മാൻ, റഹീം എന്ന ഇസ്മുകൾ, അല്ലേ? അപ്പോൾ ആ റഹ്മാൻ എന്ന ഇസ്മും റഹീം എന്ന ഇസ്മും അത് അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്നതാണ്. ഇത് പരിശുദ്ധമായ റമളാനിൻ്റെ റഹ്മത്തിൻ്റെ പത്താൻ, അള്ളാഹുവിൻ്റെ കരുണയെ ചോദിക്കേണ്ട പത്താൻ. അതുകൊണ്ട് നമ്മൾ ദുആ ഇറക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ പടച്ചവൻ
പടച്ചവൻ്റെ ആ രണ്ട് റഹ്മത്തിൻ്റെ ആ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കാം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, അള്ളാഹുവിൻ്റെ കരുണയുടെ ആ ഇസ്മുകൾ പറയുക? യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. അടുത്ത ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം പറയാം. വുദൂഉമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഫർള്, അതിൻ്റെ ഷർത്ത്, അതിൻ്റെ സുന്നത്ത്, അതിൻ്റെ അദബുകൾ, വുദൂ എടുക്കുന്ന സമയത്ത് പറയേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ വുദൂ എടുത്ത് കഴിഞ്ഞ് പറയേണ്ട ദുആ, വുദൂ എടുക്കുന്ന സമയത്ത് പറ്റുന്ന പല അബദ്ധങ്ങൾ, അതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാം തുടങ്ങി എല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. ആ വുദൂഇൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ ചുവട്ടിൽ പോയി നമ്മൾ നേരിട്ട് വുദൂ എടുക്കുന്നത് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന എല്ലാ മസാലകളും ഉൾപ്പെടുത്താൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. പലരും വുദൂ എടുക്കുന്നുണ്ട്, പക്ഷെ ആ വുദൂഇൽ അവർ തന്നെ അറിയാത്ത ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഒരുപാട് അറിവില്ലായ്മയുണ്ട്. അവർ ചിലപ്പോൾ പണ്ട് മുതലേ ചെയ്തു വരുന്ന ശീലമായതുകൊണ്ടാവാം പലപ്പോഴും അതൊരു അബദ്ധമാണെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടാവും. എപ്പോൾ? ഇൻഷാ അള്ളാഹ് വുദൂഉമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു, അത് കാണുമ്പോൾ. അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കല്ലേ, അത് കണ്ട് ഇൻഷാ അള്ളാഹ് വുദൂ ശരിയാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ദിക്റിലേക്ക് കിടക്കാം. കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ പുണ്യമായ ആ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? പ്രത്യേകിച്ച് റമളാൻ മാസം പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ്.
ആ പാപങ്ങൾ പൊറുക്കുന്ന മാസത്തിൽ ഈ പാപങ്ങൾ പൊറുക്കാൻ ഉതകുന്ന ഈ ഒരു ദിക്റും കൂടി പറഞ്ഞാൽ പഞ്ചാര കുന്നിന്മേൽ തേന്മഴ പോലെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ച് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അടുത്ത ദിക്റിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മൾ ഇനിയിപ്പോൾ ഇത് നാളെ നിങ്ങൾ പകലാണ് കാണുന്നതെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക, ഇടയ അത്താഴം അത് വളരെയധികം ശക്തിമത്തായ സുന്നത്താണ്. സുഹൂർ എന്നാണ് പറയുക, അല്ലേ? സുഹൂർ, അതായത് സുബ്ഹി ബാങ്കിന് മുമ്പ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മുമ്പൊക്കെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ, അല്ലേ, അതൊക്കെ പതിവാണ്. മുസ്ലിം സമുദായത്തിന് അതൊരു പതിവാണ്. ഏത് സുന്നത്തായ നോമ്പാണെങ്കിലും ഫർളായ നോമ്പാണെങ്കിലും ഇടയത്താഴത്തിന് നമ്മൾ എഴുന്നേക്കും. ഇടയത്താഴത്തിന് എഴുന്നേറ്റിട്ട് അല്പം എന്തെങ്കിലും ഒരു ഭക്ഷണം, ചിലപ്പോൾ പത്തിരിയാവാം, ഒരു ചോറാവാം, ചില ആൾക്കാർ 1-2 ഈത്തപ്പഴം കഴിക്കും, ചില ആൾക്കാർ പച്ചവെള്ളം മാത്രം കുടിക്കും, ചില ആൾക്കാർ ചിലപ്പോൾ ഒരു പഴം മാത്രം കഴിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ആ സമയത്ത് ഒരു റിക്ക് വെള്ളമെങ്കിലും കുടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഫിസ് സുഹൂരി ബറക്ക, അത്താഴത്തിൽ ഒരു ബറക്കത്തുണ്ടെന്നാണ്. അതെന്ത് ബറക്കത്താണ്? ചിലപ്പോൾ അത് രോഗങ്ങളെ തടയുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് ആഫിയത്ത് കൂട്ടുന്നതാവാം. എന്താണോ റസൂൽ ഉദ്ദേശിച്ചത് ആ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ചില ആൾക്കാർ അത് ഇടയത്താഴത്തിന് മനഃപൂർവ്വം എഴുന്നേക്കാതെ ഉപേക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ആ സമയത്ത് ഒരു ബറക്കത്തിനെ കഴിക്കൽ നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് മറന്നു പോകരുത്. ആ സമയത്ത് എഴുന്നേക്കുന്നവർ തഹജ്ജുദ് നിസ്കാരം, പിന്നെ അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ കിടന്നുറങ്ങാവും പാടുള്ളൂ. ആ സമയം ചില ആൾക്കാർ ഇടയത്താഴം കഴിച്ചൊരു ഒറ്റ ഉറക്കം, പിന്നെ സുബ്ഹി നിസ്കാരമൊന്നുമില്ല. അങ്ങനെ ഇതുള്ള പണി ചെയ്യരുത്. അപ്പോൾ ബറക്കത്തിനായി ഇടയത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് കഴിക്കൽ നല്ലതാണ് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനി ഒരു സ്വലാത്ത് പറഞ്ഞാലോ? ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയ പുണ്യമായ അദദു സ്വലാത്ത് നമുക്കൊന്ന് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി
സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപാവനമായ ഈ റമളാൻ മാസത്തിന്റെ പുണ്യമായ രാവിൽ നമ്മൾ ചൊല്ലിയ ഈ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം സ്വീകരിക്കട്ടെ. ഇത് ഇന്ന് രാത്രി മാത്രമല്ല, നാളെ പകലിലും നിങ്ങൾക്ക് കാണാം, ഇത് ചൊല്ലാം. അതിനൊക്കെ വലിയ പുണ്യമുണ്ട്. അപ്പോൾ രാത്രി മാത്രം ചൊല്ലേണ്ട ദിക്റുകളെല്ലാം നമ്മൾ ഈ പറയുന്നത് പകലിലും നമുക്ക് ചൊല്ലാവുന്നതാണ്. പിന്നെ പരമാവധി വിശുദ്ധമായ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ഖത്തുമുൽ ഖുർആനൊക്കെ തീർക്കുന്ന ആളുകളുണ്ടാകും. വേഗത്തിൽ അൽഹംദുലില്ലാഹ് റാഹത്തായി ഓതി തുടങ്ങുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന അമലുകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ, ഫാത്തിഹ ഒക്കെ ഓതിയിട്ട് നമുക്ക് നേരെ ദുആയിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളിൽ പല ആളുകളും. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് പലരും ഖബറിലാണ്. റബ്ബേ, അവർക്ക് എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് കമന്റായി എഴുതുന്ന, ദുആ വസിയത്ത് എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ റഹ്മാൻ, അതുപോലെ കമന്റ് എഴുതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാമാണോ ദുആ വസിയത്ത് പറയുന്നത്, അവരുടെയും ഞങ്ങളുടെ മനസ്സിന്റെ നൂറ് പ്രശ്നങ്ങൾ അറിയുന്ന നാഥാ, നീ എല്ലാം മാറ്റി സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാവരുടെയും ദുരിതങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ കൊടുത്തിട്ട് ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പുണ്യമായ റമളാനിലാണ് ഞങ്ങളുള്ളത്, നീ സ്വീകരിക്കണേ അല്ലാ.
കബൂലാക്കണേ അല്ലാ. റഹ്മത്തിന്റെ 10 നിന്റെ റഹ്മത്ത് കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ മഗ്ഫിറത്തിന്റെ 10 വരുന്നല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഖൈറായ ഭാവി ജീവിതം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട കൂട്ടുകെട്ടുകളെ തൊട്ടും അതുപോലെ തന്നെ അശ്ലീല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കള്ള്, കഞ്ചാവ്, മദ്യം, MDMA തുടങ്ങിയ ഒരുപാട് ദുഷിച്ച ശീലങ്ങളിലേക്ക് ഞങ്ങളുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ പവിത്രമായ രാവാണ്. അല്ലാഹുവേ എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. റമളാൻ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുണ്ടോ വിശുദ്ധമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുന്ന ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഖൈറായ ഇണകളെ കിട്ടാൻ ദുആ രക്കുന്നവർ, റഹ്മാനെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി സലാമത്ത് കൊടുക്കണേ അല്ലാ. അവരെ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ, ആക്സിഡന്റ് മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ അപകട മരണങ്ങൾ വരുത്തല്ലേ അല്ലാ. മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല, ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ അല്ലാ. അതിനു മുമ്പ് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും രോഗികളാണ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പുണ്യമായ റമളാൻ മാസം, ആ റമളാൻ മാസത്തിന്റെ രാപ്പകലുകളിൽ ഞങ്ങൾക്ക് ഒരുപാട് സജീവതയുള്ള, അതുപോലെ തന്നെ ഈമാനുള്ള, ഇസ്തിഖാമത്തുള്ള നല്ല ആളുകൾ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുത്ത് എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പ്രത്യേകം ഉസ്താദ് ദുആ രക്കണമെന്ന് പറഞ്ഞോ അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ രക്കുന്നു അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അവർക്കെല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. എല്ലാവിധ നിഅമത്തിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ, റഹ്മത്തിന്റെ 10 ഞങ്ങളുള്ളത്, നിന്റെ റഹ്മത്ത് തരണേ അല്ലാ, നിന്റെ കാരുണ്യം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, റമളാൻ അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ റമളാൻ റബ്ബേ, റമളാനിന്റെ പകലിൽ നമ്മൾ നോമ്പ് പിടിക്കുകയാണ്. ആ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ. നല്ല വെയിലുള്ള സമയമാണ്, ചൂടുള്ള സമയമാണ്. നിനക്ക് വേണ്ടി റബ്ബേ ഞങ്ങൾ ദാഹിച്ചിട്ടും അതെല്ലാം മാറ്റിവെച്ച്, വിശന്നിട്ടും മാറ്റിവെച്ച് റബ്ബേ ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു. അല്ലാഹുവേ, അർഹമായ പ്രതിഫലം തരണേ അല്ലാ. നോമ്പുകാരായി പരീക്ഷയ്ക്ക് പോകുന്ന മക്കളുണ്ട്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, റമളാൻ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലെയും നോമ്പ് ഖൈറായി അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്, എന്തെല്ലാം പ്രയാസ പ്രതിസന്ധികളുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകളുടെ കമന്റിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദുആ വസിയത്ത് പറയുന്നുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ ദുആ വസിയത്ത് എഴുതാൻ അറിയാത്ത 100,000 ആളുകൾ, എല്ലാവരുടെയും മനസ്സിന്റെ മുറാദുകൾ അറിയുന്ന നാഥാ, അല്ലാഹുവേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്ക് റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, റമളാൻ അനുകൂലമാക്കണേ അല്ലാ. പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്, വിത്ർ നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ. അല്ലാഹുവേ, എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഇബാദത്തുകൾക്ക് നീ ഉന്നതമായ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിക്കാൻ പറ്റാതെ രോഗികളായി കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവേ, നോമ്പ് പിടിക്കാൻ കഴിയാതെ നിസ്കാരമില്ലാത്ത അവസ്ഥയിലുള്ള ഉമ്മമാരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്കും ഞങ്ങൾക്കും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാനിൽ ഒരുപാട് വിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റമളാൻ മാസം അനുകൂലമാക്കി തരണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയി എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രത്യേകിച്ച് കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഖബറിലാണ് അല്ലാ. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.